ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദന ചാർത്തലും 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കം കുറിച്ചു. ജനുവരി 20 വരെയാണ് ആഘോഷ പരിപാടികൾ. തിരുവോണ മഹോത്സവം, ദശാവതാരം ചന്ദനം ചാർത്തൽ, 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം, നാരായണീയ പാരായണം എന്നിവയ്ക്കെല്ലാം തുടക്കം കുറിച്ചു. ആദ്യ ദിനമായ ജനുവരി 10 ശനിയാഴ്ച തൃക്കയിൽ നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു. വൈകിട്ട് 5 മുതൽ മത്സ്യാവതാരം അവതാര ദർശനവും 5:45 തൃക്കേപ്പറ NSS ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ ഭജനയും പഞ്ചവാദ്യ സമേതം ദീപാരാധനയും നടത്തി. 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആചാര്യവർണം ഭദ്രദീപം തെളിയിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തർണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ്. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ എഴുക്കോട് ശശി നമ്പൂതിരിപ്പാട് സന്നിഹിതനായിരുന്നു. മുടക്കഴ ക്ഷേത്രത്തിൽ ഞാൻ കഴിഞ്ഞ 2012 മുതൽ 12 വായനയുടെ ഇത് മുതൽ ഞാനിവിടെ വരുന്നുണ്ട്. 11 ഞാൻ ശബരിമല മേൽശാന്തിയായിരുന്നു. അതിനുശേഷം വന്ന എല്ലാ കൊല്ലവും ഇവിടെ എത്താറുണ്ട്. അതായത് മഹാഭാഗ്യം ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ പൂജ കഴിച്ച പോലെ ഒരു മഹാഭാഗ്യം ഇവിടുത്തെ തേവരെ എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കടപ്പാട് എനിക്ക് ഈ അമ്പലത്തിനോടും ഇവിടുത്തെ തേവരോടുമുണ്ട്. ഇത് തുടർന്ന് എല്ലാ കൊല്ലവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിപ്പാട് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, മുടക്കുഴ.